ഇനി 2 പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കട്ടെ. ഇട്ട് 2 പച്ചമുളക് ഇട്ട് ഇനി അത് വാട്ടാനായിട്ട് അടുപ്പ് ബീറ്റ്റൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, ഇത്തിരി മഞ്ഞൾപ്പൊടി, കറിവേപ്പില, സ്വല്പം ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, ഇത്ര അരപ്പിനായിട്ട് അരച്ചിട്ട് വരട്ടെ. അല്ലെങ്കിൽ അത് മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം അരക്കാനായിട്ട് എടുക്കാം. ഒരു 3 പ്രാവശ്യം അടിച്ചാൽ മതി, നല്ലപോലെ അരഞ്ഞു വരണം. ചട്ടി ചൂടായി ഒരു 2 സ്പൂൺ എണ്ണ, 2-3 കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകിട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ഉരച്ച് വെച്ചത് ഇതിലേക്കിടാം. അതിനാവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ട് ഇളക്കി നമുക്ക് വേഗം വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അത് മൂടി വെച്ച് കഴിക്കും. ബീറ്റ്റൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ചൂടായി കഴിയുമ്പം ചൂടാകാൻ ഒരു 2 മിനിറ്റ് അതിനുശേഷം നമുക്ക് നേരം അതൊന്ന് ചൂടാകാനായിട്ട് വെച്ച്. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നു. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചൂടായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി.